ഇന്നത്തെ ജിയോ പൊളിറ്റിക്സ് ഡെവലപ്മെൻറ്റ്സിൽ പ്രധാനമായിട്ടും വാർത്തകളിൽ നിന്ന് കുറച്ചാണ്. ശരിക്കും സൺഡേ ആയതുകൊണ്ട് തന്നെ പൊതുവിൽ 2-3 പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒന്ന് ജർമ്മനി, UK, മാഡ്രിഡ്, ഇവിടെയൊക്കെയാണ് പ്രതിഷേധങ്ങൾ നടക്കുന്നത്. ഈ പ്രതിഷേധക്കാർ ഇറാനിൽ നിന്നും പുറത്തു വന്ന് താമസിക്കുന്ന ഇറാനികളാണ്. ഇതെല്ലാം തന്നെ ഇറാനിൽ നടന്ന കൊലപാതകങ്ങളെ ഒരു രീതിയിലും ചോദ്യം ചെയ്യാൻ കഴിവില്ലാത്ത യൂറോപ്യൻ ഭരണകൂടങ്ങൾക്കെതിരെയാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയിലും പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ റേസ പെലവിയെ അനുകൂലിക്കുന്ന എക്സ് ഇറാനിയൻ പൗരന്മാരാണ്. അവരെല്ലാം തന്നെ ഇപ്പം മറ്റു പല രാജ്യങ്ങളിലുമാണ് അവർ കുടിയേറിയിരിക്കുന്നത്. അവരെല്ലാം തന്നെ മതഭരണകൂടത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും രക്ഷ നേടി പുറം രാജ്യത്തിരുന്നുകൊണ്ട് ഇറാൻ്റെ ഉള്ളിലേക്ക് ഒരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന വ്യക്തികളാണ്. അവരാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്ന് നമ്മൾ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അമേരിക്കയിൽ 10% താരിഫ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഐശ്വര്യമായിട്ട് ട്രംപ് വിധിച്ചിരിക്കുകയാണ്. വരുന്ന ഫെബ്രുവരി 1-ാം തീയതി മുതൽ 10% താരിഫ് 8 രാജ്യങ്ങളുടെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇറ്റലിയെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇറ്റലി എന്ന് പറഞ്ഞ രാജ്യത്തിന് ഈ താരിഫ് ബാധകമല്ല. ജോർജിയ മെലോണിയുടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള അപ്രോച്ചാണ് ഇറ്റലിയെ ഈ താരിഫിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. അത് പ്രധാനമായിട്ടും ഗ്രീൻലാൻഡിലേക്ക് സോൾജേഴ്സിനെ അയച്ചു വെക്കാത്തത് കൊണ്ടാണ് ഈ അമേരിക്കയുടെ താരിഫിൽ നിന്നും രക്ഷപ്പെട്ടത്. ഇപ്പം മറ്റുള്ള രാജ്യങ്ങളുടെ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, സ്വീഡൻ, ഡെൻമാർക്ക്, നെതർലാൻഡ്, ഫിൻലാൻഡ്, അതുപോലെ നോർവേ, ഈ 8 രാജ്യങ്ങൾക്കാണ് ശരിക്കും താരിഫ് 10%. അതായത് ഫെബ്രുവരി 1 ഒരു തിരിച്ചറിവൊക്കെ വന്ന്, അതിന് മുമ്പ് തന്നെ ഒരു തിരിച്ചറിവൊക്കെ വന്ന് ട്രംപിൻ്റെ കാലിൽ പോയി വീണിട്ട് ഞങ്ങൾ അറിയാതെ ചെയ്തു പോയി, ഇനി ഞങ്ങൾ ഇങ്ങനെയൊന്നും തെറ്റൊന്നും ചെയ്യത്തില്ല, ഗ്രീൻലാൻഡിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ ഇനി ഇടപെടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപിൻ്റെ കാലിൽ പോയി വീഴുകയാണെന്നുണ്ടെങ്കിൽ ഈ 10% താരിഫ് ഒഴിവാക്കി കിട്ടും. ഇനി അഥവാ ഇല്ല, ഞങ്ങൾ ഈ 10% താരിഫിലൊന്നും ഞങ്ങൾ വീഴുന്ന ആൾക്കാരല്ല, ഞങ്ങൾ പുലികളാണ്, ഞങ്ങൾ ഓൾറെഡി തന്നെ 60 പേരെ അവിടെ അയച്ചിട്ടുണ്ട്. 60 എല്ലാ രാജ്യങ്ങളും കൂടി ചേർന്നിട്ട് 60 പേരെയാണ് മൊത്തത്തിൽ ഇപ്പോൾ അയച്ചിരിക്കുന്നത് ഗ്രീൻലാൻഡ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അമേരിക്കൻ ട്രൂപ്സിനെതിരെ. അപ്പോൾ ആ സാഹചര്യത്തിൽ ജൂൺ വരെ ഇതേ അവസ്ഥ തുടരുകയാണെന്നുണ്ടെങ്കിൽ ജൂൺ 1 25% താരിഫ് ഉയരും. അത് കഴിഞ്ഞിട്ടും യൂറോപ്യൻ യൂണിയൻ ഇതേ മാതൃകയിൽ തുടരുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ 50% ആവും, പിന്നെ 100% ആവും, 1000% ആവും, ഉറപ്പാണ്. ആ രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ട്രംപ് ആകുമ്പോൾ പിന്നെ താരിഫിനെ കുറിച്ച് ഒരു രീതിയിലും നമ്മൾ ദുഃഖിക്കേണ്ടതില്ല. താരിഫ് അങ്ങ് തകൃതിയായിട്ട് വരും. അതാണ് ട്രംപിൻ്റെ ഒരു ശൈലി. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിലെ ഒരു ഹോട്ട് ടോപ്പിക്ക്. യൂറോപ്പിന് 10% താരിഫ് ഫെബ്രുവരി 1-ാം തീയതിയോടുകൂടി നിലവിൽ വരുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിക്കും ഞായറാഴ്ച ആയതുകൊണ്ട് പുള്ളിക്കാരൻ കൂടുതൽ ഡയലോഗൊന്നും പറയാൻ നിന്നില്ല. പുള്ളിക്കാരൻ വെക്കേഷനിലാണ്. ഇനിയിപ്പം തിങ്കളാഴ്ച രാവിലെ വന്നിട്ടായിരിക്കും ഇനി ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. മിനസോട്ടയിലും മിനിയാപോളിസിലും അതുപോലെ തന്നെ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ഈ ICEക്കെതിരെയുള്ള പ്രതിഷേധങ്ങളാണ് അവിടെ തുടരുന്നത്. അതൊരു നിരന്തരം നടക്കുന്നൊരു പ്രതിഷേധമായിട്ട് അത് മാറിയിരിക്കുകയാണ്. The Trump administration is reportedly preparing 1,500 active duty soldiers for potential deployment to Minnesota. The Washington Post reported on January 18th, citing unnamed defense officials. According to the Post, the troops are on standby in case violence escalates in the Twin Cities. Neither the White House nor the Pentagon has directly confirmed the deployment. The White House told the Post that the Department of Defense should be prepared for any decision the president may or may not make. On his Truth Social platform, Trump wrote, "If the corrupt politicians of Minnesota don't obey the law and stop the professional agitators and insurrectionists from attacking the patriots of ICE, who are only trying to do their job, I will institute the Insurrection Act." Trump later tempered his warning. ആഫ്രിക്കൻ യൂണിയൻ മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ട് ഈ DRC, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഈ കോങ്കോയിൽ നടക്കുന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഈ കോങ്കോ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊരു തീരുമാനം അവിടെ കൊണ്ടുവരണം. ശരിക്കും ഈ M23 എന്ന് പറഞ്ഞ റിബൽസ്, അവരാണ് പ്രശ്നക്കാരായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. അത് റുവാണ്ട സപ്പോർട്ട് ചെയ്യുന്ന ട്രൂപ്പാണ്. ശരിക്കും റുവാണ്ടയുടെ പ്രോക്സികളാണ് M23 എന്ന് പറയുന്നത്. റുവാണ്ട തന്നെയാണ് ഇതിനെ നടത്തുന്നത്. അപ്പം ശരിക്കും ആ ഏരിയയിൽ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ആഫ്രിക്കൻ യൂണിയൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതായത് ട്രംപ് നിർത്തി എന്ന് അവകാശപ്പെടുന്ന 8 യുദ്ധങ്ങളിൽ ഒന്നാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തുടർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആഫ്രിക്കയിലായതുകൊണ്ട് ആരും തന്നെ വലിയ രീതിയിൽ അതിനെ കൺസിഡർ ചെയ്യുന്നില്ല. അവിടെയും ഇതേ റെയർ എർത്ത് എലമെൻസും ഈ ലാൻഡ് മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. റുവാണ്ടയെ ഏറ്റവും കൂടുതൽ പരിപോഷിപ്പിക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും ചൈനയാണെന്നാണ് പരക്കെ വാർത്തകൾ വരുന്നത്.
അപ്പോൾ എനിവേ അവിടെ ശരിക്കും നല്ല രീതിയിലുള്ള കൊലപാതകങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. നിരവധി പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അവിടുത്തെ യുദ്ധങ്ങളിൽ. അതിൻ്റെ ചരിത്ര പശ്ചാത്തലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആഫ്രിക്കൻ യൂണിയൻ ഇപ്പോൾ തകൃതിയായിട്ട് അതിൽ ഇടപെടുകയാണ്. ഈ ഒരു റുവാണ്ടയും കോങ്കോയും തമ്മിലുള്ള പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. പക്ഷേ അത്ര എളുപ്പമല്ല എന്നുള്ള രീതിയിലാണ് വാർത്തകളും പുറത്തു വരുന്നത്. പല തവണ ആഫ്രിക്കൻ യൂണിയൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തിയതാണ്. പക്ഷേ എല്ലാ ചർച്ചകളും നിരുപാധികം പരാജയപ്പെടുന്നതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല. അതായത് റുവാണ്ടയ്ക്ക് ഇനിയും സ്ഥലങ്ങൾ വേണം. അതും ഈ ഒരു ലാൻഡ് മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഈ റെയർ എർത്ത് എലമെൻസിൻ്റെ സോഴ്സ് ഉള്ള അത്തരത്തിലുള്ള മൈനിങ് സ്പോട്ടുകളാണ് റുവാണ്ട ലക്ഷ്യം വെക്കുന്നത്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ DRC എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്ന് പറയുന്നത് വലിയ ലാൻഡാണ്, വലിയൊരു സ്റ്റേറ്റാണ്. പക്ഷേ റുവാണ്ട എന്ന് പറയുന്നത് ചെറിയൊരു സ്റ്റേറ്റാണ്. ഈ റുവാണ്ടയ്ക്കാണ് അവരുടെ രാജ്യം വികസിപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യത. അവരാണ് ഏറ്റവും കൂടുതൽ സ്ഥലം കയറി പിടിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് ഈ ഒരു M23 എന്ന് പറഞ്ഞ ആ ഒരു റിബൽസിനെ ഇറക്കി കളിക്കുന്നത്. ഇനി അതൊരു സൈഡിൽ നടക്കുകയാണ്. ട്രംപ് യുദ്ധം നിർത്തിയെന്ന് അവകാശപ്പെട്ട് നൊബേൽ സമ്മാനത്തിന് വരെ തന്നെ ശുപാർശ ചെയ്തുകൊണ്ട് സ്വയം പ്രഖ്യാപിത നൊബേൽ സമ്മാന ജേതാവായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ട്രംപ് നിർത്തിയ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ട്രംപ് നിർത്തിയ യുദ്ധമെല്ലാം ജസ്റ്റ് ഒരു ഫോൺ കോൾ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു താരിഫ് ഭീഷണി, വ്യാപാര ഭീഷണി, ട്രേഡ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ആൾക്കാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് യുദ്ധം നിർത്താൻ പറ്റില്ല. യുദ്ധം നിർത്തണം എന്നുണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് യുദ്ധം നടക്കുന്നത് ആ വിഷയം അഡ്രസ്സ് ചെയ്യണം. ആ വിഷയം അഡ്രസ്സ് ചെയ്യാതെ വൈറ്റ് ഹൗസിൽ ഇരുന്നുകൊണ്ട് മേശയ്ക്ക് ചുറ്റും ഇരുന്ന് വെല്ലുവിളി നടത്തിയിട്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അത് നിൽക്കത്തില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അതേ മിസ്റ്റേക്ക് തന്നെയാണ് തായ്ലാൻഡ് കംബോഡിയ വിഷയത്തിലും സംഭവിച്ചത്. ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന വീഡിയോ ഒന്ന് നിങ്ങൾ കാണുക. ഇത് ഗാസയ്ക്കുള്ളിൽ പൊളിഞ്ഞു കിടക്കുന്ന ബിൽഡിംഗ് റിബിൾസിൻ്റെ മേളിൽ സ്പ്രേ പെയിൻറ്റിങ് ചെയ്യാണ്. അതാണ് ഈ ഒരു വിഷയം. ഈ സ്പ്രേ പെയിൻറ്റിങ്ങിലും അവർ ഫ്രീ പാലസ്തീനാണ് എഴുതി കാണിക്കുന്നത്. ഈ ഗാസയെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഗാസ ഇപ്പോഴും ഹമാസിൻ്റെ അതേ വലയത്തിൽ തന്നെയാണ് തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ നിരന്തരം അതിൻ്റെ ഉള്ളിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇതിനകത്ത് തുടർച്ചയായിട്ട് പറയാനൊന്നുമില്ല. അതുപോലെ ലെബനൻ്റെ സൈഡിൽ എവറി ഡേ അറ്റാക്ക് നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇസ്രായേൽ. അത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ മിഡിൽ ഈസ്റ്റിലെ മറ്റൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാഖിൻ്റെ ഉള്ളിലുള്ള അമേരിക്കൻ ബേസ് അമേരിക്ക ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ഇത് എന്തിനാണെന്ന് നമുക്കറിയില്ല. എർബിൽ, അതുപോലെ തന്നെ എയ്ൻ അൽ അസാദ് എന്ന് പറഞ്ഞ ഒരു എയർബേസ് ഉണ്ട്. 2 എയർബേസുകളാണ് അവിടെ ഉള്ളത്. ഇത് രണ്ടും തന്നെ സ്ഥിതി ചെയ്യുന്നത് ഈ കുർദുകൾ താമസിക്കുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇറാഖ്, സിറിയ, തുർക്കി ഈ ഒരു ഏരിയ കവർ ചെയ്താണ് ഈ കുർദ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ താമസിക്കുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയുടെ ബേസുകളെല്ലാം തന്നെ ഇവരുടെ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സ്ഥിതി ചെയ്യുന്നത്. അതുതന്നെയാണ് അവരുടെ ഒരു സുരക്ഷയുടെ ഉറപ്പ്. അപ്പോൾ അവിടെ നിന്നും ശരിക്കും എയ്ൻ അൽ അസാദ് എന്ന് പറഞ്ഞ വലിയൊരു ബേസിൽ നിന്നാണ് അമേരിക്ക ഒഴിഞ്ഞു പോകുന്നത്. ഇറാഖിൻ്റെ മിലിറ്ററി ഉദ്യോഗസ്ഥർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇറാഖിൻ്റെ ഭരണകൂടം ഏറ്റെടുക്കുകയാണ്. ശരിക്കും അഫ്ഗാനിസ്ഥാനിൽ എന്താണോ സംഭവിച്ചത് അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. അവിടെ അവർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും അതേപോലെ തന്നെ പടക്കോപ്പുകളെല്ലാം അമേരിക്ക വിട്ടൊഴിഞ്ഞ് തന്നെയാണ് പോകുന്നത്. ഇതൊന്നും തന്നെ എടുത്തോണ്ട് പോകുന്നില്ല. അറിയില്ല ഇതെന്തുകൊണ്ടാണെന്ന് ഇതുവരെ അറിയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ രഹസ്യമായിട്ടുള്ള ഒരു നീക്കമായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതെന്തുകൊണ്ടും ഇറാന് ഗുണം ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പോൾ അമേരിക്ക കാണിച്ചിരിക്കുന്നത്. അത് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ എർബിലിൻ്റെ സൈഡിലുള്ള ആ ഒരു ബേസ് വിട്ടൊഴിഞ്ഞ് പോകുന്നില്ല. അത് ഇപ്പോൾ തൽക്കാലം നിലനിർത്തുകയാണ്. ഇവിടെ സിറിയക്കുള്ളിലാണെന്നുണ്ടെങ്കിൽ തുർക്കി വല്ലാത്ത രീതിയിലുള്ള പ്രകോപനപരമായിട്ടുള്ള ഇടപെടലുകളാണ് ഈ കുർദിഷുകൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒത്താശ ചെയ്യുന്നുണ്ട് ഈ സിറിയയുടെ അഹമ്മദ് അൽഷാറ എന്ന് പറഞ്ഞ ആ ഒരു ഭരണാധികാരി, അയാളുടെ ചിൽബന്ദികളും, അതായത് HTS-ഉം ഐസിസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇവരെല്ലാം തന്നെ ഈ ഐസിസിനെതിരാണല്ലോ ഈ SDF എന്ന് പറയുന്ന ഒരു സംഗതി അവിടെ ഉള്ളത് കൊണ്ടാണ് ഐസിസ് അവിടെ ഏറ്റവും കൂടുതൽ ആ ഒരു ഏരിയയിൽ കടന്നു കയറാത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്ക SDF-നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഈ കുർദുകളുടെ സംഘടനയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അവർക്കെതിരെ ഒരു നടപടി സിറിയയിൽ നിന്നും ഉണ്ടാകുമ്പോൾ സിറിയ ഭരണകൂടത്തിനെ അനുകൂലിച്ച് അഹമ്മദ് അൽഷാറയെ പ്രസിഡന്റായിട്ട് വാഴിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കൻ ഭരണകൂടം, ഇതിനു മുമ്പിരുന്ന ബൈഡൻ ഭരണകൂടമായിക്കോട്ടെ, ഇപ്പം വന്ന ട്രംപിൻ്റെ ഭരണകൂടമായിക്കോട്ടെ, CIA-യുടെ നേതൃത്വത്തിൽ അവർ തന്നെയാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. ആ സാഹചര്യത്തിൽ ഒരു നടപടിയും എടുക്കുന്നില്ലേ? കാരണം അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന SDF-നെതിരെ അഹമ്മദ് അൽഷാറ നിലപാടെടുക്കുമ്പോൾ അമേരിക്കയുടെ സൈഡിൽ നിന്നും കൃത്യമായിട്ടുള്ള മെസ്സേജ് കൺവേ ചെയ്യേണ്ടതാണ്. ഇതുവരെ നടക്കുന്നോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു അറിവും നമുക്കില്ല. പക്ഷേ തുർക്കിയും ഈ സിറിയയുടെ HTS-ഉം കൂടി ചേർന്നിട്ട് SDF-നെതിരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോവാണ്. ഇന്നലെയൊക്കെ 2-3 നഗരങ്ങൾ പിടിച്ചെടുത്തു എന്നുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. SDF-ന്റെ കൺട്രോളിൽ ഉണ്ടായിരുന്ന ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ SDF പിൻവലിഞ്ഞിട്ടുണ്ട്. അവരുടെ ട്രൂപ്സിനെ അവർ പിൻവലിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം അതാണ്. ഈ SDF കൂടുതൽ അവിടെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ മൈനോറിറ്റികളെ അത് ഏറ്റവും കൂടുതൽ ബാധിക്കും. മൈനോറിറ്റികളെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഈ ഐസിസിൻ്റെയും അതേപോലെ തന്നെ ഈ HTS-ൻ്റെയൊക്കെ നിലപാട്. അപ്പം
അഹമ്മദ് അൽ ഷാറ സൈലന്റ് ആയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് യുദ്ധം വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കരമായിട്ട് വൈറ്റ് വാഷ് അടിച്ചുകൊണ്ടിരിക്കും. പക്ഷേ പുറകിൽ കൂടെ മൈനോറിറ്റികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രൂപ്പുകളെയും അവിടെ അയച്ചിട്ടുണ്ട്. ഈ രണ്ട് പ്രവൃത്തികളും ഈ ഒരേ വ്യക്തി തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വന്നു കഴിഞ്ഞാൽ ഉക്രൈനിലെ സെലൻസ്കി എനിക്ക് ഏറ്റവും കൂടുതൽ ആയുധം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആയുധങ്ങളുടെ ഷോർട്ടേജ് ഉണ്ട്. കാരണം റഷ്യ അഗ്രസീവായിട്ട് പല മേഖലകളിലും മാസീവായിട്ടുള്ള ആക്രമണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് പദ്ധതി ഒരുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ ചോദിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിലെ യൂറോപ്പിൻ്റെ സാഹചര്യം അനുസരിച്ച് യൂറോപ്പ് ഇപ്പോൾ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഫോക്കസ് ചെയ്യാനല്ല അവർക്ക് സമയം. അവരിപ്പോൾ ഗ്രീൻലാൻഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പെട്ടുകിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഉക്രൈനിലെ സെലൻസ്കിയുടെ അവസ്ഥ പരിതാപകരമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കാർക്കീവ് മേഖലയിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങളാണ് ഇന്നലെ റഷ്യ നടത്തിയത്. പല വീടുകൾക്കുള്ളിലും ഡ്രോൺ അറ്റാക്ക് നടന്നിട്ടുണ്ടെന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട്. ഞാനിവിടെ വെക്കുന്ന ഫുട്ടേജസ് ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ കീവ് ഏരിയ 70% കീവ് ബ്ലാക്ക് ഔട്ടാണ്, പവർ കട്ടാണ്. ആ രീതിയിൽ കീവ് ഉക്രൈൻ്റെ തലസ്ഥാന നഗരമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തലസ്ഥാന നഗരം 70% കറണ്ട് ഇല്ല. അതാണ് അവസ്ഥ. എന്താ ഫുട്ടേജ് വെക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടോളൂ. കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതൊക്കെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഫുട്ടേജസ് ആണ്. അപ്പം അതായത് റഷ്യ കാർക്കീവ് ഒബ്ലാസ്റ്റ് കയറി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി കാർക്കീവ് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ള സ്റ്റേറ്റുകളെല്ലാം കവർ ചെയ്യും. നമ്മൾ ഇതിനു മുമ്പ് തന്നെ അഡീഷണൽ 4 സ്റ്റേറ്റുകളുടെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒഡേഷ, മൈക്കോൽവിയ, അതുപോലെ തന്നെ ഡിനിപ്രോ, കാർക്കീവ്. ഈ 4 പുതുതായിട്ട് റഷ്യ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് നീങ്ങുന്ന അഡീഷണൽ 4 സ്റ്റേറ്റുകൾ. ഈ സെലൻസ്കിക്ക് ഈ ഒരു പ്രൊവിൻസും കൂടി വിട്ടുകൊടുക്കേണ്ടി വരും. ഇത്രയും നാളും 4 പ്രൊവിൻസുകളെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അഡീഷണൽ ആയിട്ട് 4 പ്രൊവിൻസുകൾ, ടോട്ടൽ 8 പ്രൊവിൻസുകളെ കുറിച്ച് ചർച്ച ചെയ്ത് നെഗോഷിയേറ്റ് ചെയ്ത് യുദ്ധം അവസാനിപ്പിക്കേണ്ട സാഹചര്യത്തിലേക്ക് സെലൻസ്കി ഉക്രൈനെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഗ്രീൻലാൻഡിന്റെ ഉള്ളിലും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് അമേരിക്കയ്ക്കെതിരെ. പക്ഷേ നോ യൂസ്. ഇന്ന് ഒരുപാട് ജനങ്ങൾ ഇന്ന് തെരുവിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സൺഡേയുമായിട്ട്. അമേരിക്കയാണെങ്കിൽ എനിക്ക് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടൊന്നും ചർച്ച നടത്തേണ്ട, ഗ്രീൻലാൻഡുമായിട്ട് മാത്രം സംസാരിച്ചാൽ മതി എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. തൽക്കാലം സൺഡേ കൂടുതൽ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ അമേരിക്കയുടെ സൈഡിൽ നിന്ന് വരുന്നില്ല. ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇസ്രായേൽ ആണെങ്കിൽ ഇസ്രായേലിന്റെ സൈഡിൽ നിന്ന് ഇപ്പോഴും ഇറാനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് USS അബ്രഹാം ലിങ്കൻ എന്ന് പറഞ്ഞ ആ ഒരു എയർക്രാഫ്റ്റ് കരിയർ മിഡിൽ ഈസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി 2 ദിവസങ്ങൾ കൊണ്ട് മറ്റു പല എയർക്രാഫ്റ്റ് കരിയേഴ്സും മിഡിൽ ഈസ്റ്റ് ഭാഗത്തേക്ക് എത്തും. ഇതും ഒരു സൈഡിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇറാനെതിരെയുള്ള ഭീഷണിക്ക് കുറവുണ്ടോ എന്ന് വെച്ചാൽ ഭീഷണിക്ക് കുറവൊന്നുമില്ല. ഇറാനെതിരെ അമേരിക്കയും അമേരിക്കയ്ക്കെതിരെ ഇറാനും പകരത്തിന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേറ്റ്മെന്റ് വിട്ടുള്ള കളികൾ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. പക്ഷേ ആക്രമണം നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നമാണ്. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ സർപ്രൈസ് ആയിട്ട് ട്രംപ് വെനിസുലയിൽ നിക്കോളാസ് മദുറാവിനെ ടാർഗറ്റ് ചെയ്തതുപോലെ ഇറാന്റെ ഉള്ളിൽ ആയത്തുൽ ഖമനേയിയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ എന്നും കൂടി ഒരു ഡൗട്ടുണ്ട്, ഇല്ലാതില്ല. പക്ഷേ ഇതൊക്കെ ജസ്റ്റ് അനുമാനങ്ങൾ മാത്രമാണ്. അതിലൊന്നും യാതൊരു കൺഫർമേഷനും നമുക്ക് തരാൻ പറ്റില്ല. കാരണം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞു വെച്ചിരുന്നത് പോലെ ഇറാന്റെ റെജീം ചേഞ്ച് നടന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവിടെ പ്രശ്നമുണ്ടാകുന്നത് ഒന്ന് സൗദി അറേബ്യയ്ക്കും, അതായത് മിഡിൽ ഈസ്റ്റിലെ എൻറ്റയർ റീജിയനിൽ താളം തെറ്റാണ്. അതുപോലെ തന്നെ ഗുണമുണ്ടാകുന്നത് റഷ്യയ്ക്കും, ദോഷമുണ്ടാകുന്നത് അമേരിക്കയ്ക്കും, മിഡിൽ ഈസ്റ്റ് മേഖലയിൽപ്പെട്ട പ്രധാനമായിട്ടും സൗദി അറേബ്യയ്ക്കും. ഈ 2 രാജ്യങ്ങൾക്കുമാണ് ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടാൻ പോകുന്നത്. പ്രത്യേകിച്ച് എണ്ണക്കച്ചവടമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ തൽക്കാലം ഇറാനെ തൊടണ്ട എന്നുള്ളതാണ് അമേരിക്കയുടെ തീരുമാനം എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. അപ്പോൾ അടുത്ത ജിയോ പൊളിറ്റിക്കൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്.